ജയരാജൻ പിണങ്ങി തന്നെയാണ് പാർട്ടിയോട്. കണ്ണൂരിൽ നടക്കുന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല. പരിപാടിയിൽ ഇ പിയെ ലക്ഷ്യം വെച്ച് എ വിജയരാഘവൻ ചില വിമർശനങ്ങളും ഉന്നയിച്ചു. ചില നേതാക്കൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടി ഒന്നും തിരികെ നൽകിയില്ല എന്ന് ചിലർ കരുതുന്നുവെന്ന് CPM-ന്റെ PB അംഗം കൂടിയായ എ വിജയരാഘവൻ പറഞ്ഞു. തെറ്റായ ധാരണകളുണ്ടാവും. ഞാൻ കുറെ ചെയ്തു പാർട്ടിക്ക് വേണ്ടി, എനിക്ക് ഈ പാർട്ടി തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അക്കാര്യത്തിലെ ചടയന്റെ നിലപാടുകളാണ്. പാർട്ടി വിരുദ്ധമായ ഒരു നിലപാടിന്റെ മുന്നിലും ചടയൻ ചാഞ്ചാടിയിട്ടില്ല. സൗമ്യനായ ചടയൻ പാർട്ടി വിരുദ്ധതയുടെ മുന്നിലാണ് സിംഹത്തെ പോലെ തല ഉയർത്തിപ്പിടിച്ച് പോരാടിയിട്ടുള്ളത്. അതേസമയം ചികിത്സയിലായതുകൊണ്ടാണ് ഇ പി ജയരാജൻ പങ്കെടുക്കാത്തതെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. ഇ പി ജയരാജൻ ചികിത്സയിലാണ്. അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഏതെങ്കിലും അതൃപ്തി കൊണ്ടൊന്നും അല്ലല്ലേ? ഒരു അതൃപ്തി കൊണ്ടല്ല, പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. രാവിലെ വീട്ടിൽ പോയിക്കൊന്നു അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും. പക്ഷെ ഒന്നും പറയുന്നില്ല. വീട്ടിൽ പോയാൽ അത് കാണും. ജയരാജന്റെ റിലീസിലായിരുന്നു ഇബിയുടെ പേരുള്ളത്. അതെ, പങ്കെടുക്കുമെന്ന് പറഞ്ഞതാണ്. ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം അസുഖമാണോ? ആയുർവേദ ചികിത്സ തുടങ്ങിയതാണ്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ്, ഈ ചടയൻ ഗോവിന്ദന്റെ ചാഞ്ചാട്ടമില്ലായ്മയെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു വിജയരാഘവൻ. മറ്റാർക്കെങ്കിലും ചാഞ്ചാട്ടം തോന്നുന്നുണ്ട് എന്നാണോ മുന? ഇന്ന് കണ്ണൂർ പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പുഷ്പാർച്ചന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. ഇ പി വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇ പി വന്നില്ല. എന്തുകൊണ്ട് ഇ പി വന്നില്ല എന്ന ചോദ്യത്തിന് ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം അദ്ദേഹത്തിന് ഒരു ആയുർവേദ ചികിത്സയിൽ നടക്കുന്നു, അദ്ദേഹത്തിന് മറ്റ് അതൃപ്തികളൊന്നും ഇല്ല എന്നതാണ്. എന്നാൽ ഈ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത PB അംഗം എ വിജയരാഘവൻ പറഞ്ഞത് അദ്ദേഹം ചടയൻ ഗോവിന്ദനെയാണ്, അതായത് CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദനെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് അദ്ദേഹത്തിന് ചടയൻ ഗോവിന്ദന് ഇടതുവിരുദ്ധ നിലപാടുകളിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചാട്ടവും അത്തരം ചാഞ്ചാട്ടങ്ങളൊന്നും ഉള്ള വ്യക്തിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CPM-ൽ ചിലർക്ക് ഇത്തരത്തിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതായത് തങ്ങൾ പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്നു, പക്ഷേ പാർട്ടി തങ്ങൾക്കൊന്നും തരുന്നില്ല. അവരുടെയൊക്കെ വിചാരം തങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ലഭിക്കണം എന്നതാണ്. പക്ഷേ അങ്ങനെയായിരുന്നില്ല ചടയൻ ഗോവിന്ദൻ എന്നതാണ് ആ പ്രസംഗത്തിലൂടെ PB അംഗം കൂടിയായ എ വിജയരാഘവൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഇ പി ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇ പി പങ്കെടുക്കുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലോ സംസ്ഥാന സമിതി യോഗത്തിലോ അദ്ദേഹം പങ്കെടുക്കാൻ തയ്യാറായില്ല. ഇന്ന് ഒരു രാഷ്ട്രീയ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് കരുതിയെങ്കിലും അതിൽ നിന്നും ഇ പി വിട്ടുനിൽക്കുകയാണ്. അതായത് ഇ പി ഒരു തരത്തിലും പാർട്ടിയുമായി ഒരു അനുനയത്തിനോ അല്ലെങ്കിൽ ഒരു അടുപ്പത്തിനോ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.